കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഛത്തീസ്ഗഡിൽ ബസ്തർ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ജിജി പി പോളിൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനങ്ങളെക്കുറിച്ചും സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളൊക്കെ കഴിഞ്ഞ 3-4 എപ്പിസോഡുകളിലായി നിങ്ങൾ കണ്ടുവല്ലോ. വളരെയധികം പ്രതികൂലങ്ങൾ നേരിടുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ സമർപ്പണം, അദ്ദേഹത്തോട് കൂടെ ധാരാളം ആളുകൾ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആദിവാസി മേഖലകളിൽ ക്രിസ്തുവിലേക്ക് വരുന്ന ആളുകൾക്ക് അവരുടെ തുടർന്നുള്ള ജീവിതം വലിയ പ്രതിസന്ധിയിലാക്കത്തക്ക നിലയിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. പ്രധാനമായിട്ടും അവർ മരണമടഞ്ഞാൽ അവരുടെ മൃതദേഹം അടക്കുവാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടും? അതവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനെക്കുറിച്ച് പാസ്റ്റർ ജിജി പോൾ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കുന്നുണ്ട്. ഈ മേഖലയിലെല്ലാം ഹൈന്ദവ തീവ്രവാദ സംഘടനകൾ സുവിശേഷകർക്കെതിരായി വലിയ അക്രമങ്ങൾ, എതിർപ്പുകളൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അവിടെയുള്ള ഈ ആദിവാസി സമൂഹം ഹൈന്ദവ മതത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാര്യവും പാസ്റ്റർ ജിജി പോൾ കൃത്യമായി പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഈ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജിജി പോളിൻ്റെ വാക്കുകളിലേക്ക്. ഈ മേഖലയിൽ നിങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ഞങ്ങൾക്ക് പുറത്തുള്ളവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ മേഖലകളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിശ്വാസികളുടെ ശവശരീരം ഗ്രാമത്തിൽ അടക്കുവാൻ അനുവദിക്കാത്ത നിരവധി സന്ദർഭങ്ങൾ, നിരവധി വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ കോടതി കേസ്, സുപ്രീം കോടതിയിൽ വരെ ഒരാൾ തൻ്റെ പിതാവിൻ്റെ ഡെഡ് ബോഡി അടക്കാൻ അനുവാദം തരണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ പോയ കാര്യം ഈ സമീപകാലത്തുണ്ടായി. അപ്പോൾ ക്രിസ്ത്യാനികളുടെ, ആദിവാസികളായ ക്രിസ്ത്യാനികളുടെ ഡെഡ് ബോഡി അവരുടെ ഗ്രാമത്തിൽ അടക്കുവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്താണ് ആ രംഗത്ത് എന്താ പറയാനുള്ളത്? എന്തുവാണ് വിഷയം? നമ്മൾ ഈ സുവിശേഷവുമായി ഗ്രാമത്തിലേക്ക് ചെല്ലുന്ന ഒരു ഗ്രാമത്തിലും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളില്ലല്ലോ. ഈ വിശ്വാസത്തിലേക്ക് വരുന്നവരെല്ലാവരും ഒന്നുകിൽ ഹൈന്ദവരോ അല്ലെങ്കിൽ ആദിവാസികളോ ആയ ജനങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഒരു ഗ്രാമ ശവക്കോട്ട, ഒരു കോമൺ ശവക്കോട്ടയുണ്ട്. ഈ ഗ്രാമക്കാർക്ക് അടക്കം എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. അതിന് മർഘട്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ശവക്കോട്ട എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. അപ്പോൾ അവിടെ ഇതുവരെ അടക്കിക്കൊണ്ടിരുന്നത് ആ ഗ്രാമക്കാരായ ഒന്നീ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ആദിവാസികളായ ജനങ്ങളാണ്. ഈ ആദിവാസികളോ ഹിന്ദുക്കളോ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു വ്യത്യാസം പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ആദിവാസികൾ ഹിന്ദുക്കളല്ലേ? അല്ല, ആദിവാസികൾ ഹിന്ദുക്കളല്ല. കാരണം ആദിവാസികൾ എന്ന് പറയുന്നത് ആദ്യം ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ, അവരാണ് ആദിവാസികൾ. അതിനുശേഷം ആര്യ സമാജ് എന്ന് പറയുന്ന ആര്യന്മാർ ഈ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണല്ലോ അവർ കൊണ്ടുവന്ന വേദങ്ങളും കാര്യങ്ങളുമാണല്ലോ ഹിന്ദുത്വത്തിന് ആധാരമായത്. അപ്പോൾ സത്യത്തിൽ ആദിവാസികൾ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ആര്യന്മാർ ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ജനതയാണ്. അപ്പൊ അവർ ഹിന്ദുക്കളല്ല. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്. പക്ഷെ അതല്ല വിഷയം. ഇവര് ഇപ്പോൾ ഹിന്ദു പ്രാക്ടീസുകളാണോ ഇവിടുത്തെ ആദിവാസികൾ നടത്തുന്നത്, അതോ അവരുടെ ഗോത്ര ദൈവങ്ങളെ വിളിക്കുന്ന രീതിയാണോ അവർക്കുള്ളത്? അവർക്കിപ്പോഴും ഗോത്ര ദൈവമാണുള്ളത്. ഗോത്ര ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ രീതിയാണ് അവർക്കുള്ളത്. ആ നിലയിലാണ് അവർ പോകുന്നത്. ഹിന്ദു ദൈവങ്ങളെ അല്ല ആരാധിക്കുന്നത്. എന്നാൽ അവരുടെ മണ്ടയ്ക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. നിങ്ങളും ഹിന്ദുക്കളാണ് എന്നവരോട് പറയുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസമുള്ള ആദിവാസികൾ, ആദിവാസി എന്ന വ്യക്തമായ ബോധ്യമുള്ള ആദിവാസികൾ ഇന്ന് അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവരത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം അവർക്ക് ആദിവാസികൾ എന്ന് പറയുന്ന ഒരു സെൻസസ് എടുക്കണം എന്നിന്നവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹിന്ദുക്കളും ആദിവാസികളും എന്ന് പറയാനിടയായത്. എന്നാൽ ഈ ശവക്കോട്ട എല്ലാവർക്കും കൂടെ കോമൺ ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്നു നമ്മൾ സുവിശേഷം പറയുന്നു, ഒരു കുടുംബം മുൻപോട്ട് വരുന്നു, അല്ലെങ്കിൽ 1, 2, 3, 4 കുടുംബങ്ങൾ മുമ്പോട്ട് വരുന്നു. പെട്ടെന്നൊന്നും ആത്മാക്കളെ നേടാനോ പെട്ടെന്നൊരു സഭാ വളർച്ചയൊന്നും ഇവിടെ ഇല്ല. എന്നാൽ ഒരു കുടുംബമോ 2 കുടുംബമോ 4 കുടുംബമോ വന്നു കഴിയുമ്പോൾ ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങളാണ്. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ആ അത്ഭുതങ്ങളാണ് ഇവിടെ ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ
അടക്കേണ്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ശവക്കോട്ടയാണ്. അപ്പോൾ അവിടെ ഇതുവരെ അടക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻസ് അല്ലല്ലോ, ക്രിസ്ത്യൻസ് അവിടെ അടക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരാൾ ക്രിസ്ത്യാനി ആയി കഴിയുമ്പോൾ പൊതുജനത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ ഒരു താണ ജാതിയായിട്ട് മാറുന്നു. അതായത് ഇപ്പോൾ ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ടവനായിരിക്കാം ക്രിസ്ത്യാനിയായത്, ആദിവാസികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കാം ക്രിസ്ത്യാനിയായത്. പക്ഷെങ്കിൽ അവൻ ക്രിസ്ത്യാനിയായി കഴിയുമ്പോൾ അവൻ താണ ജാതിയായിട്ടാണ് എണ്ണപ്പെടുന്നത്. എണ്ണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവനെ കൊണ്ടുവന്ന് ആ ശവക്കോട്ടയിൽ അടക്കാൻ ആ ഗ്രാമക്കാർ സമ്മതിക്കില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ ശവക്കോട്ട അശുദ്ധമാകും, ഇവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കില്ല. ഇപ്പോൾ ഒരു വിവാഹം പോലും നടക്കുമ്പം, ഇപ്പം സ്വന്തം ഒരു വിശ്വാസിയുടെ മോൻ്റെ വിവാഹം നടക്കുന്നു, അത് ആ സഹോദരൻ്റെ ജ്യേഷ്ഠനോ അനിയനോ പെങ്ങളോ അല്ലെ അമ്മച്ചന്മാരോ ഉപ്പാപ്പന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരാരും കല്യാണത്തിന് വരികയില്ല. എന്തുകൊണ്ട് വരത്തില്ല? നീ ക്രിസ്ത്യാനിയായി, അപ്പം നിൻ്റെ കൂടെ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, അശുദ്ധനാകും. എന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേകം ആഹാരത്തിൻ്റെ ക്രമീകരണം ചെയ്യുന്ന ചില ഗ്രാമങ്ങളുണ്ട്. കുറച്ച് പൈസ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് സാധനം മേടിച്ചു കൊടുത്ത് നിങ്ങൾ വെച്ച് കഴിച്ചോ എന്ന് പറഞ്ഞാൽ വെച്ച് കഴിക്കുന്ന ചില ഗ്രാമങ്ങളുണ്ട്. എന്നാൽ അതുപോലും ചെയ്യാത്ത എന്താ പറയുന്നത് ഒത്തിരി എതിർപ്പുള്ള സ്ഥലങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഈ ശവക്കോട്ടയിൽ അടക്കുക എന്ന് പറയുന്നത് യാതൊരു കാര്യത്തിലും അവർ സമ്മതിക്കില്ല. ഞങ്ങളുടെ ശവക്കോട്ട അശുദ്ധമാകും എന്ന് പറയും. അപ്പം ഞങ്ങൾ ശ്രമിച്ചു നോക്കും. കാരണം നമ്മൾ അവിടുന്ന് ശവം എടുത്തുകൊണ്ട് പിന്നെ വളരെ ദൂരെ എവിടെയെങ്കിലും ശവക്കോട്ട ഉള്ളിടത്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോഴത്തേന് ഈ വിശ്വാസികളുടെ മനസ്സിടിയുമല്ലോ. മനസ്സിടിയുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ ശ്രമിച്ചു നോക്കും അവിടെ തന്നെ അടക്കാൻ. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റത്തില്ല. മരണം നടന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ അടക്കണമെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് തിരിച്ച് നമ്മുടെ പഴയ മതത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് ഗ്രാമക്കാർ ആവശ്യപ്പെടും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ സംഘടന ഉണ്ടാകും. ഒത്തിരി മാരകമായി മർദ്ദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ബോഡി 2-3 ദിവസം വെച്ച് വില പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. പോലീസ് ഒന്നും ഇതിനകത്ത് ഇടപെടത്തില്ലേ? പോലീസ് ഇടപെടും. പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പോലീസ് ചെയ്യുന്നത് ഗ്രാമക്കാർക്ക് അനുകൂലമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് ചെയ്യുന്നത്. കാരണം നമ്മൾ 2, 3, 4 കുടുംബമാണുള്ളത്, മറ്റവർ 100, 200, 400, 500 കുടുംബമുണ്ട്. അപ്പം പോലീസ് ഒരിക്കലും നമുക്ക് അനുകൂലമാകത്തില്ല. പോലീസ് അവരുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. അങ്ങനെ സംഭവിച്ച പല സംഭവങ്ങളുണ്ട്. കട്ടക്കല്യാണിൽ തന്നെ ഒരു മരണം നടന്നിട്ട് എനിക്ക് അവസാനം ആ ഗ്രാമക്കാരെ അവിടെ തന്നെ അടക്കണം, വേറെയും കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഏകദേശം അടുത്തൊരു ശവക്കോട്ടയിൽ പോകണമെങ്കിൽ ഏകദേശം 70 കിലോമീറ്റർ പോകണം. അപ്പം അവിടെ തന്നെ അടക്കിയേ എനിക്ക് പറ്റൂ. ഞാൻ അതുകൊണ്ട് ലാസ്റ്റിൽ ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് റോഡിൽ വെച്ച്, അവർ തടഞ്ഞു കഴിഞ്ഞപ്പോൾ റോഡിൽ വെച്ച് പ്രാർത്ഥിച്ച് മണ്ണിട്ടിട്ട് വിശ്വാസികളോട് പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. നമുക്കിനിയും വേറൊന്നും ചെയ്യാനില്ല, ഇനിയും ഗ്രാമക്കാരോ അല്ലെങ്കിൽ പോലീസ് പ്രശാസനോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നോക്കട്ടെ, എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് റോഡിൽ വെച്ച് മണ്ണിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെയുള്ള ജോലിക്കാരെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഗ്രാമക്കാർക്ക് എതിരായിട്ട് സംസാരിച്ചിട്ട് ഇതിനെ അവിടെ അടക്കാനായിട്ട് അനുവാദം തരികയും സ്വന്തം സ്ഥലത്ത് അടക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ ശവക്കോട്ട അശുദ്ധമാകും, അല്ലെങ്കിൽ ഗ്രാമം അശുദ്ധമാകും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദൈവം ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകും, ദൈവം കോപിക്കും എന്നൊക്കെയുള്ളതായിരിക്കുന്ന ചിന്ത കൊണ്ടാണ് ഗ്രാമങ്ങളിൽ ശവക്കോട്ടയിൽ അടക്കാൻ അവർ സമ്മതിക്കും. അതൊരു വലിയ പ്രായോഗികമായ നിങ്ങൾ നേരിടുന്ന ഒരു വലിയ ഏറ്റവും വലിയ പ്രശ്നമാണ്. കോമൺ സെമിത്തേരികൾ ക്രൈസ്തവർക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യം, വളരെ അത്യാവശ്യമാണ്. ഹൈക്കോടതി അടുത്തിടയ്ക്ക് നടത്തിയ ഒരു വിധിയിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഒരു കേസ് പോയപ്പോൾ അത് അദ്ദേഹം ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ആ ഗ്രാമത്തിൽ തന്നെ അടക്കണമെന്നൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഒരു കേസിൽ നമുക്ക് ലഭിച്ചു. അത് ഞങ്ങൾ ആ ഒരു വിധി കിട്ടിയപ്പോൾ അത് പല ഗ്രാമങ്ങൾക്ക്, ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിന് വേണ്ടി അല്ലല്ലോ, അത് ഓൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇത് എവിടെയൊക്കെ ആവശ്യമാണോ നമുക്കത് സ്റ്റേറ്റ് മുഴുവൻ നമുക്കത് ഉപയോഗിക്കാമല്ലോ. അത് ഞങ്ങൾ പല കേസുകളിൽ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നേതൃത്വത്തിന് മനസ്സിലായി ഇതൊരു വലിയ തെറ്റാണ് സംഭവിച്ചതെന്ന്. അതിനുശേഷം അടുത്ത ഒരു കേസ് വന്നപ്പോൾ ഈ വിധി കാണിച്ചിട്ടും പോലീസ് അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ 3 ദിവസം ബോഡി വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി മുൻപെടുത്തിരുന്ന ആ വിധിയെ അവർ മാറ്റിയിട്ട് ഗ്രാമത്തിൽ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അടുത്ത വിധി തന്നപ്പോഴാണ് ആ സഹോദരൻ സുപ്രീം കോർട്ടിലേക്ക് പോയത്. സുപ്രീം കോർട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 10-15 ദിവസം 17 ദിവസം കണ്ട് ആ ബോഡി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സുപ്രീം കോർട്ടിൽ പോയപ്പോൾ സുപ്രീം കോർട്ട് വളരെ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അവർ വിധി പറഞ്ഞത്. അതിനായിരിക്കാം അത്രയും ദിവസം അവർ എടുത്തത്. അവർ പറഞ്ഞ വിധി, ഒന്ന്,
ആ ഗ്രാമത്തിൽ പണ്ട് ക്രിസ്ത്യൻസ് ഇല്ലായിരുന്നു. അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശവക്കോട്ട ക്രിസ്ത്യൻസിൻ്റെ ശവക്കോട്ട അല്ല. 2 ക്രൈസ്തവരായിട്ട് ഇന്ത്യയിൽ എവിടെല്ലാം ജനമുണ്ടോ അവർക്കൊക്കെ പള്ളിയുണ്ട്. പള്ളിയോട് കൂടെ ശവക്കോട്ടയുണ്ട്. അതാണ് ക്രിസ്ത്യൻസിൻ്റെ കൾച്ചർ. അതുകൊണ്ട് ഗ്രാമത്തിൽ അടക്കുന്ന ഒരു കൾച്ചർ ഇവർക്കില്ല. സ്വന്തം സ്ഥലത്ത് അടക്കുന്ന ഒരു കൾച്ചർ ഇവർക്ക് ഇല്ല. അതുകൊണ്ട് എവിടെ ശവക്കോട്ടയുണ്ടോ നിങ്ങളുടെ കൾച്ചർ അനുസരിച്ച് അവിടെ കൊണ്ട് അടക്കിയിരിക്കണം. ഇങ്ങനെയാണ് സുപ്രീം കോർട്ട് വിധി പറഞ്ഞത്. എന്നിട്ട് ആ വിധിയിൽ ഇത്രയും പറഞ്ഞു, ക്രിസ്ത്യൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് കോമൺ ശവക്കോട്ട കൊടുക്കണം എന്നൊരു വിധി അതിനകത്തൊരു വേർഡിലുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ക്രിസ്ത്യൻസിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുമിച്ച് എന്നൊരു കാര്യം ഒരിക്കലും പറയത്തില്ലല്ലോ. 4 പേര് 4 വിധത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഇതുവരെ ഗവൺമെൻറ് അടുക്കൽ പോയി ഈ കാര്യങ്ങളൊന്ന് പറയാനോ സുപ്രീം കോർട്ടിൻ്റെ വിധി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാനോ ഉള്ളതായിരിക്കുന്ന ഒരു യൂണിറ്റി നമ്മുടെ ആളുകളുടെ ഇടയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വ്യക്തിയായിട്ടോ ഒരു സഭയായിട്ടോ പോയി ചെയ്യാനൊട്ട് പറ്റുകയുമില്ല. അങ്ങനെ ഛത്തീസ്ഗഡിൽ ഇത്രമാത്രം എതിർപ്പുകളുണ്ടെങ്കിലും വേല വളരെ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോവുകയാണ്. പ്രതികൂലങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, ഗ്രാമത്തിൽ അവരുടേതായിരിക്കുന്ന ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിലും വേല ചെയ്യുന്ന ദൈവദാസന്മാർ വേലയിൽ ശക്തരാണ്, സമർപ്പിതരാണ്. അങ്ങനെ ബസ്തറിൽ മാത്രമല്ല, ഞാൻ ബസ്തറിൽ പോയി താമസിച്ചെങ്കിലും പിന്നീട് കർത്താവ് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൻ്റെ ചുമതല സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിപ്പാൻ എനിക്ക് 2 ടീമിൽ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം എനിക്ക് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി കഴിഞ്ഞ 2014 മുതൽ പ്രവർത്തിപ്പാൻ കർത്താവിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ഛത്തീസ്ഗഡിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കർത്താവാണല്ലോ സഭ പണിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ കർത്താവിൻ്റെ പ്ലാനിനോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ ഏത് നിലയിൽ കർത്താവ് യോജിക്കുന്നു ആ നിലയിലായി തീരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. ദൈവമക്കൾ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ബലം. കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുന്നു, ശക്തി തരുന്നു, കർത്താവ് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവമക്കളുടെ സഹകരണമില്ലാതൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കൾ പ്രത്യേകാൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ക്രൈസ്തവർ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പല പ്രസ്ഥാനങ്ങൾ, പല സഭകൾ ഒക്കെ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഈ എതിർപ്പുകൾ വരുമ്പോൾ സുവിശേഷ വിരോധികൾ അല്ലെങ്കിൽ ഗ്രാമീണർ ഒക്കെ ഈ ശവസംസ്കാരം പോലുള്ള കാര്യങ്ങളിൽ തടസ്സം നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, അവരുടെ ഗ്രാമം അശുദ്ധമാകുമെന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതിനൊരു പരിഹാരമുണ്ടാക്കുവാനുള്ള സംവിധാനങ്ങൾ സഭ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ആ നിലയിൽ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തണം. അതിന് സഭ ചെയ്യേണ്ടത് എല്ലാ സഭകളും ഒന്നിച്ചു നിൽക്കുക. ഈ മേഖലയിൽ അവരൊന്നിച്ചു നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുകയുള്ളൂ. ദൈവം അവർക്ക് അതിനുള്ള മനസ്സ് കൊടുക്കട്ടെ. ഏതായാലും പാസ്റ്റർ ജിജി പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ആ മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിക്കത്തക്ക നിലയിലാണ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലതയിലേക്ക് വരേണ്ടതിന് അവർക്ക് ഭൗതികമായ പല കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ സഭാ ആസ്ഥാനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ അവരുമായി സഹകരിക്കുകയും ആ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ.